He is a sky marshal. Samudra Silks. ഒരു ഓൾഡ് അബാൻഡൻ. എനിക്ക് പക്ഷേ കൊതിയായിരുന്നടോ. ഇതാണ് സ്വഭാവം. അതാണോ ശരി? ഒരു അച്ഛനിൽ ഒരു അമ്മ കൂടി ഉണ്ടാവണം. അമ്മ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തുമ്പോ പ്രത്യേകിച്ചും ഒരു നടനോ നടിക്കോ മറ്റൊരു നടനോ നടിയോ അല്ലെങ്കിൽ ഗായകരോ ഒക്കെ ശബ്ദം നൽകിയതിനെ കുറിച്ചുള്ള 9ാമത്തെ വീഡിയോയാണിത്. ഇതിനു മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ആക്ടേഴ്സ് ഡബ്ഡ് ഫോർ അതർ ആക്ടേഴ്സ്. സോ ലെറ്റ് us നീ നല്ലൊരു ബിസിനസ്മാൻ ആണെന്ന്. KGF-ൽ രവീണ ടണ്ടന് മലയാളം വേർഷനിൽ ഡബ് ചെയ്തിരിക്കുന്ന നമ്മുടെ നടി ലെനയാണെന്ന് നമ്മൾ പഴയൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിന്റെ സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും. നിന്റെ പട, നിന്റെ സ്വർണം, നിന്റെ പേര്. ഈയിടെ വീണ്ടും ഐഡന്റിറ്റി എന്ന സിനിമയിൽ ബോളിവുഡ് താരം മന്ദിര ബേദിക്കും ഡബ് ചെയ്തിരിക്കുന്നത് ലെനയാണ്. അത് പറഞ്ഞാണ് നിനക്ക് ഇതുവരെ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തത്. ഹൗ ഡു യു പ്ലാൻ ടു ഡീൽ വിത്ത് ദിസ് ഹരൺ ശങ്കർ സിറ്റുവേഷൻ? കോമൺ മാൻ, യു റിയലി ഡോണ്ട് നോ. കൂടാതെ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയിൽ സ്കൂൾ പ്രിൻസിപ്പലായിട്ട് അഭിനയിച്ച ഗായിക സുനിത റാവുവിന് ഡബ് ചെയ്തിരിക്കുന്നതും ലെന തന്നെയാണ്. Here, Mr. Ron Madhav, this is to put on record your daughter Isa Ron. Isa is hereby suspended pending investigation from Darjeeling International School. But I don't blame you, Mr. Ron. She needs a mother. ബറോസ് എന്ന ചിത്രത്തിൽ തന്നെ സൂസൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന കീർത്തന കുമാർ എന്ന നടിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നടി ശ്വേത മേനോനാണ്. ഒരു അച്ഛനിൽ ഒരു അമ്മ കൂടി ഉണ്ടാവണം. അമ്മ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തുമ്പോ പ്രത്യേകിച്ചും. പിന്നെ സ്ലമ്മിലെ ആളുകളെ കുറിച്ച് ഈസ കൺസേൺ ആണ്. തെറ്റാണെന്ന് എങ്ങനെ പറയും? നമുക്ക് ആർക്കും തോന്നിയില്ലല്ലോ. ശ്വേത മേനോൻ ഇതിനു മുമ്പ് വില്ലൻ എന്ന സിനിമയിൽ രാശി ഖന്നയ്ക്കും ഡബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ റെസ്റ്റോറന്റിൽ കണ്ടത് കില്ലേഴ്സിലെ ഒരാളായിരിക്കുമോ സർ? എഡ്യൂക്കേറ്റഡ് ആണ് സർ. വളരെ അർബനൈസ്ഡ് ഡിക്ഷൻ ആയിരുന്നു സർ. പിന്നെ സർ ഇറ്റ്സ് സ്ട്രേഞ്ച്. എന്താണ്? ഷീ സ്മോക്സ് എന്ന് തോന്നുന്നു സർ. ബറോസിൽ തന്നെ മന്ത്രവാദിനിയായിട്ട് അഭിനയിച്ച ജോഷ്വ ഒക്കസലാക്കോ ഡബ് ചെയ്തിരിക്കുന്നത് ഗായികയും നടിയുമായ സയനോരയാണ്. അതവൾ തന്നെ. ഞാൻ വരുത്തി കണ്ടു. തോന്നലല്ല, സത്യമാ. നിലവറക്കകത്തെ ഭൂതത്തിന് ശക്തിയുള്ളൂ. പൗർണമിയുടെ ശോഭ കെടും മുൻപ് ഭൂതത്തെ പുറത്തിറക്കാൻ സാധിച്ചാൽ എന്റെ വംശത്തിന്റെ മന്ത്രസിദ്ധി കൊണ്ട് ഭൂതത്തെ തളയ്ക്കാം. ബറോസിൽ ടുഹിൻ മേനോൻ എന്ന നടനെ ഡബ് ചെയ്തിരിക്കുന്നത് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ വിജയ് മേനോനാണ്. ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന എന്തിനാ? ഈ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാ? ഇതെല്ലാം ഈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. എന്നിട്ട് അവൾ ചെയ്യുന്നതോ? വിജയ് മേനോൻ ഇതുപോലെ ഇഷ്ടം പോലെ സിനിമകളിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോയാൽ അത് വളരെ ലെങ്തി ആയി പോവുകയും ചെയ്യും. നിധിയുടെ കാവൽക്കാരൻ പുറത്തിറങ്ങാൻ നിയമഗ്രന്ഥം അനുവദിക്കുന്നില്ല എന്നർത്ഥം. ബറോസിൽ തന്നെ വൂഡു എന്ന ആനിമേറ്റഡ് ക്യാരക്ടറിന് ഡബ് ചെയ്തിരിക്കുന്നത് ശബ്ദ കലാകാരനായ ഭാസി വൈക്കമാണ്. ആദ്യം വന്ന കള്ളന്മാരെ ജീവനും കൊണ്ട് ഓടാൻ വിട്ടത് നന്നായി. അവർ പുറത്തുപോയി നിന്നെ കുറിച്ച് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കും. അവർ പേടിക്കും. ഐഡന്റിറ്റി എന്ന സിനിമയിൽ നായിക തൃഷയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ആൻ ആമിയാണ്. പെന്റഗണൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്ഡ് മുഖത്തിന്റെ താഴേക്ക് ഒരു ഫിഫ്ത് കോർണർ പോലെ നീണ്ടു നിൽക്കുന്ന ചിഹ്നായിരുന്നു അയാൾക്ക്. അല്ല, ഫ്രണ്ടിലേക്ക് എടുത്തു നിൽക്കുന്ന ചിഹ്നായിരുന്നു. സമുദ്ര സിൽക്സ്, ഒരു ഓൾഡ് അബാൻഡൻ ബിൽഡിംഗ്. ആൻ ആമി പാടിയ പാട്ടുകളെ കുറിച്ചും ഡബ് ചെയ്ത മറ്റ് സിനിമകളെ കുറിച്ചും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഐഡന്റിറ്റിയിൽ തന്നെ വിനയ് റായ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അമൽ ജോസ് ആണ്. പക്ഷേ ഹരൺ ശങ്കർ, you've got to be a lot more smarter than that. അമറിന്റെ കത്തിക്കരിഞ്ഞ ബിൽഡിങ്ങിനുള്ളിൽ നിന്നും മിസ്സിംഗ് ആയ മോസ്റ്റ് വാല്യുബിൾ ഒബ്ജക്റ്റ്. വിനയ് റായ് ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രം ക്രിസ്റ്റഫറിലും അമൽ ജോസ് തന്നെയായിരുന്നു ഡബ് ചെയ്തത്. സുരേഷ് എനിക്ക് ഷെയർ ചെയ്ത വീഡിയോ ആണ്. അവന്റെ ഡീലിംഗ്സ് ട്രാൻസ്പെറന്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ അവന്റെ വണ്ടിയിൽ മാംഗ്ലൂർക്ക് പോകുന്നത് റിസ്ക് ആണെന്ന് ഞാൻ സുരേഷിനോട് പറഞ്ഞു. പൊക്കിഷം എന്ന തമിഴ് ചിത്രത്തിൽ നടൻ ആര്യൻ രാജേഷിന് ഡബ് ചെയ്തിരിക്കുന്നത് നടൻ പ്രസന്നയാണ്. ഇത്രയും വർഷം കഴിച്ച് പഴസെല്ലാം ஞாபகப்படுത്തി ഉങ്ങളെ കഷ്ടപ്പെടുത്തുறதுக்கு അപ്പാവോட പെട്ടിയിലിരുന്ന് അപ്പാവോட ഡയറി നീങ്ക എഴുതുന്ന ലെറ്റർ. പൊക്കിഷത്തിൽ നായികയായി അഭിനയിച്ച പത്മപ്രിയക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നടി മീനയാണ്. അത് നമ്മൾ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്കത്തിലല്ല. അയ്യോ, നമുക്ക് என்ன செய்ய போறோம்னு தவிச்சு போய் நின்னப்போ முன்ன பின்ன அறிமுகம் இல்லாதவங்களுக்கு அவ்வளவு சீக்கிரம் யாரும் உதவி செஞ்சிட மாட்டாங்க. അതും പണം വരുമ്പോൾ ரொம்ப യോസിപ്പാங்க. കൂടാതെ രാവണൻ എന്ന സിനിമയിൽ അശ്വന്ത് തിലകനും പ്രസന്ന ഡബ് ചെയ്തിട്ടുണ്ട്. ஆம்பளச்சிங்கிட்ட பார்க்கணும் சொன்னல, அதான் தெரியுமா எடுத்துட்டு வந்துட்டேன். எனக்கு ஜூடோ கராத்தெல்லாம் தெரியும். பள்ளிக்கூடத்தில் படிச்சிருக்கேன். ஒயிட் பெல்ட்.
ഒരു പയക്കൻ ഒന്നും ചെഞ്ചിര മുടിയും. അജിത് നായകനായി അഭിനയിച്ച 2001 റിലീസായ സിറ്റിസൺ എന്ന ചിത്രത്തിൽ നടി നഗമയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് പഴയകാല നടിയും നർത്തകിയുമായ അനുരാധയാണ്. நீங்க அழறது வேலைக்கு ஆகாது. சில கேள்விகளுக்கு நீங்க பதில் சொல்லிதான் ஆகணும். புரியுது. இது வரைக்கும் எங்களுக்கு தப்பான நியூஸ் சிட்டிக்குள்ள இருந்து வரல. உங்களுக்கு இது சம்பந்தமா ஏதாவது டெலிபோன் கால்ஸ், லெட்டர்ஸ், வேற யாராவது உங்களை கம்யூனிகேட் பண்ணா வித்வுட் சிபிஐ நாலேஜ் நீங்க ரெண்டு பேரும் எந்த ரியாக்ഷൻ பண்ணாதீங்க. ഈ അനുരാധയെ കുറിച്ചാണ് നമ്മുടെ മോഹൻലാല് നരസിംഹത്തിലെ ഒരു ഡയലോഗിൽ പറയുന്നത്. അനുരാധ ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, നല്ല കറുത്തിട്ട്. ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു. ഈയിടെ ഇറങ്ങിയ ആ എന്ന മലയാളം സിനിമയിൽ മീര വാസുദേവനെ ഡബ് ചെയ്തിരിക്കുന്നത് നടി നിഷ സാരംഗാണ്. ഈ ആഗ്രഹവും കൊതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് പക്ഷേ കൊതിയായിരുന്നോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡബ്ബിംഗ് കൗതുകങ്ങളും അതുപോലെ സിനിമാ സംബന്ധമായ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരിയെന്ന്. എങ്കിൽ ഇവനെ കൊല്ലാതെ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ തന്നെ സമാധിയാക്കണം. വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ അസമാധിയായി. ആ സമാധിയിൽ നിന്ന് ഇവന്റെ പ്രേതാത്മാവ് വെളിയിൽ വരില്ല. വെളിയിൽ വരാൻ ഞാൻ അനുവദിക്കില്ല.